സിനിമ വേറെ, ഫുട്ബോൾ വേറെ. ഇപ്പം നമ്മുടെ വേൾഡ് കപ്പ് ഫുട്ബോൾ അങ്ങ് അരങ്ങ് തകർക്കാൻ തുടങ്ങുകയാണ്. ഇനി ഓരോ മത്സരങ്ങളും ഏത് പാതിരാത്രിയിലാണെങ്കിലും കാണുന്ന കാണികൾ ഒരു രക്ഷയില്ല. ഭയങ്കരമായിട്ട് ഫുട്ബോൾ ഭ്രാന്തന്മാർ ഇനി എത്ര വീട് വിറ്റിട്ടാണെങ്കിലും ഇന്ന സ്ഥലത്ത് പോയി, ഇപ്പോൾ അമേരിക്ക ആണെങ്കിൽ അമേരിക്കയിൽ പോയി കാണുന്ന ഒരുപാട് പേര്. ഞാൻ പറഞ്ഞത് ഒരു പരിധിക്കുള്ളിൽ. ഇപ്പോൾ ഖത്തറിലൊക്കെ വേൾഡ് കപ്പ് വന്നപ്പോൾ നല്ല പോലെ ആൾക്കാർ പോയി അവിടെ പോയി കണ്ടു. USA ആയിട്ട് കുറച്ച് കുറയുമായിരിക്കും, എന്നാലും ഭയങ്കര ഭ്രാന്ത് പിടിച്ചവർ പോയി കണ്ടിരിക്കും. സിനിമ വേറെ, ഫുട്ബോൾ വേറെ. പക്ഷെ ഈ ഫുട്ബോളിൻ്റെ ഭയങ്കര ലോകകപ്പിൻ്റെയൊക്കെ സീസണിൽ ഒരു സിനിമയൊക്കെ ഇറക്കിയാൽ പോലും അസാധാരണ പടമാണെങ്കിലേ കളക്ഷൻ നടത്തുള്ളൂ. നേരത്തെ മലബാർ ഏരിയയിലൊക്കെയാണ് ഈ പറഞ്ഞ പോലെ ഫുട്ബോളിൻ്റെ ജ്വരം അങ്ങ് ഭയങ്കരമായിട്ടുണ്ട്. അത് ഇപ്പോഴും ഉണ്ട് അതുപോലെ. പക്ഷേ ഇപ്പം അങ്ങനെയില്ല. ജില്ലകളൊന്നും തിരിച്ചില്ല. എല്ലാ ജില്ലകളിലും ഭയങ്കര അർജൻറ്റീനയുടെയും ബ്രസീലിൻ്റെയും ഫ്രാൻസിൻ്റെയും സ്പെയിൻ്റെയും ഈ പറഞ്ഞ പോലെ കട്ടൗട്ടുകൾ, വലിയ വലിയ ഭീമാകാരമായ കട്ടൗട്ടുകളാണ് നിറച്ച് വെച്ചേക്കുന്നത്. റൊണാൾഡോയുടെയൊക്കെ കട്ടൗട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെയും കട്ടൗട്ടിനേക്കാൾ, വിജയുടെ കട്ടൗട്ടിനെക്കാട്ടൊക്കെ വലുതായിട്ടാണ്. കാരണം അത്രയും ഭ്രാന്തമായ ആവേശമുണ്ട് ഫുട്ബോൾ. ഇപ്പം എന്തായാലും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന മോഹൻലാലിൻ്റെ ഒരു വാചകമാണ്. മോഹൻലാൽ പറഞ്ഞേക്കുന്നത് കഴിഞ്ഞ വർഷം അർജന്റീനയ്ക്ക് കപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വർഷം കപ്പ് നേടാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ള, അല്ല, കപ്പ് നേടുന്നത് ബ്രസീലായിരിക്കും എന്നുള്ളതാണ്. ഇത് ബ്രസീൽ ആരാധകർ ഒരുപാട് പേര് ഏറ്റെടുത്തിട്ടുണ്ട്. നമുക്ക് ഫുട്ബോൾ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇന്ന ടീം നേടും, നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അർജന്റീന നേടുമോ? കഴിഞ്ഞ വട്ടം പോലും ഫ്രാൻസ് കട്ടയ്ക്ക് കളിച്ച് ജയിച്ച് എംബാപ്പയുടെ സൂപ്പർ ആയിട്ടുള്ളൊരു തിരിച്ചുവരവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അർജന്റീനയാണ് കിരീടം ചൂടിയത്. ഈ വട്ടം ബ്രസീൽ എന്ന് മോഹൻലാൽ പറയുന്നു. ഇപ്പോൾ ഒരു പ്രമുഖനായിട്ടൊരാൾ പറയുമ്പോൾ അതായാലും ശ്രദ്ധിക്കപ്പെടും. പക്ഷേ ബ്രസീലിന് കിട്ടുമോ നമുക്കറിയത്തില്ല. മോഹൻലാലിൻ്റെ വാക്ക് പൊന്നാകട്ടെ എന്നൊക്കെ അതിന് താഴെ ഈ പറഞ്ഞ പോലെ ബ്രസീലിൻ്റെ ആരാധകർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആർക്കൊപ്പമാണ് ഈ വട്ടം? ആരായിരിക്കും ലോകകപ്പ് നേടുന്നത്? ലോകകപ്പിൽ മുത്തമിടുന്നത് ആരായിരിക്കും? ബ്രസീലാണോ, അർജന്റീനയാണോ, സ്പെയിനാണോ, ഫ്രാൻസാണോ, പോർച്ചുഗലാണോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ ഉറപ്പായിട്ട് രേഖപ്പെടുത്തുക. മോഹൻലാൽ പറഞ്ഞ ബ്രസീലിനോടൊപ്പം എന്ന് പറയുന്നവർ കമൻറ്റ് ചെയ്തേക്കുക.